ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കോവക്ക വെച്ചിട്ടുള്ള ഒരു മസാലക്കറിയാണ്. അപ്പോൾ വീട്ടിൽ പറമ്പിലേക്ക് പോയിട്ട് ഞാൻ കോവക്ക പൊട്ടിച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ ഇളം കോവക്ക എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മൂത്ത കോവക്കയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാവും. ഈ ഒരു കറി ചപ്പാത്തിയുടെ കൂടെയാണ് കിഡിലൻ കോമ്പിനേഷനായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഞാനിത് ചപ്പാത്തിയുടെ കൂടെ സൈഡായിട്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇത് വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്ന് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. ഞാനിത് ഇത്രയും കോവക്ക പറിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി 4ആയിട്ട് പിളർത്തിയാണ് വേണ്ടത്. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പാടില്ല. ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എല്ലാ കോവക്കയും ഞാനങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു ഫ്രൈ പാനിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് കോവക്കൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ലപോലെ തന്നെ ഒന്ന് കളറൊക്കെ മാറി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിത് മുഴുവനായിട്ടും ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഈ ഒരു ലെവലിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു വെന്ത് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തണം. ഒരു ഉൾഭാഗമൊക്കെ കറിയിൽ ഓൾറെഡി നമ്മൾ ഇടും ഇത്, എന്നാലും ഒന്ന് ഫ്രൈ ചെയ്തത് കറക്റ്റ് ഒരു ഫ്രൈ ലെവലിൽ തന്നെ ചെയ്തെടുക്കുക. ഈ ഓയിലിലേക്ക് തന്നെയാണ് ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. കൂടുതൽ ഓയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വേറെ മാറ്റി കൊടുക്കുക. ഞാൻ അതുപോലെ തന്നെ ഇതിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എടുത്തു വെച്ച സ്പൈസസ് ഒക്കെ ഇതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. സ്പൈസസ് റെഡിയായി കിട്ടിയാൽ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഉള്ളി പെട്ടെന്ന് വഴന്നിട്ടാനായിട്ട് അല്പം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുന്ന ടൈമിൽ നമ്മുടെ നിലക്കടല ഒന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് പൗഡറാക്കി എടുക്കുകയാണ് വേണ്ടത്. ഞാൻ ഇതാ പൗഡറാക്കി എടുത്തിട്ടുണ്ട്. ഇതവിടെ മാറ്റി വെക്കാം. അതുപോലെ ഇനി വേണ്ടത് ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ എടുത്തു വെച്ച തക്കാളിയും കൂടി ഒന്ന് പേസ്റ്റാക്കി എടുക്കുക. നമുക്ക് ടൊമാറ്റോ പ്യൂരിയാണ് ആവശ്യമായിട്ടുള്ളത്. ടൊമാറ്റോ പ്യൂരിയും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്രൈൻഡ് ചെയ്യേണ്ട 2 ഐറ്റംസും ഇവിടെ റെഡിയാക്കി എടുക്കുക. ആ സമയം കൊണ്ട് നമ്മുടെ ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇടാനുള്ളത്, ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നേരത്തെ വഴറ്റുമ്പോൾ ഇട്ട് കൊടുത്തവരെ കുറച്ച് ശ്രദ്ധിക്കുക. ഇപ്പോൾ ആവശ്യമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. 1/4 ടേബിൾസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എന്നിവയൊക്കെ ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇത് എല്ലാ പൗഡറും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ.
പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടതാണ് വെള്ളം ഒഴിച്ചതിന് ശേഷം. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അരച്ചു വെച്ച ടൊമാറ്റോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വെള്ളം ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ മിക്സിയിലെ ജാറിലേക്ക് തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് ആ തക്കാളി അരച്ച ആ മിക്സിയിലേക്ക് ഒഴിച്ചിട്ടൊന്ന് കറക്കിയെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നമ്മൾ പൊടിച്ചെടുത്ത കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കടലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലൊരു സ്മെല്ലാണ് ഇതിന് കിട്ടുന്നതാണ്. കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. വെള്ളം കുറച്ച് കൂടിപ്പോയാൽ കൂടിയെന്ന് തോന്നുകയൊന്നും വേണ്ട. നമ്മുടെ കടല പൊടിച്ചെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് കറിയൊന്ന് കുറുകി കിട്ടുന്നതാണ്. ആവശ്യത്തിന് ഉപ്പൊക്കെ ഒന്ന് നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ വേണ്ടത് ഫ്രൈ ചെയ്ത് വെച്ച കോവക്ക ഇട്ട് കൊടുക്കുകയാണ്. കോവക്ക ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കുക. കോവക്ക അപ്പോഴേക്കും നല്ലപോലെ തന്നെ ഒന്ന് വെന്ത് കിട്ടും. അതുപോലെ തന്നെ വെള്ളം ആവശ്യമാണെന്ന് തോന്നുക. ഇത്ര കട്ടി കുറുകി കിട്ടണ്ടെങ്കിൽ കുറച്ച് ലൂസ് ടൈപ്പിലാണ് വേണ്ടതെങ്കിൽ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ആ 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുമ്പോഴേക്കും കറക്റ്റ് പാകമായി കിട്ടും നമ്മുടെ കറിക്ക്. ഇനി കുറച്ച് കസൂരി മേത്തിയും അതുപോലെ തന്നെ ഗരം മസാല പൊടിയുമാണ് ലാസ്റ്റിലായിട്ട് വേണ്ടത്. ഇതോടുകൂടി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവരോടും ബൈ.